ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ CB ഷൈൻ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. മെയിനായിട്ട് അതിനകത്ത് പറഞ്ഞാൽ ക്യാംജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടെൻഷനർ കംപ്ലൈൻ്റ് ആയിട്ട് സൗണ്ട് ഉണ്ട്, ഒരു ചിലമ്പൽ സൗണ്ട്. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണ്. കാർബറേറ്റർ ട്യൂണിങ്ങാണ് പറഞ്ഞാണ്. നിലവിൽ നമുക്ക് ഇതിൻ്റെ ഷൈൻ്റെ കാർബറേറ്റർ മാറ്റിയിട്ട് സ്പാക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ കാർബറേറ്റർ വെച്ചേക്കണേ. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാർബറേറ്ററൊന്നും ഒരാളും വാറണ്ടി കൊടുക്കില്ല. ഇപ്പോൾ പുതിയ കാർബറേറ്റർ മേടിച്ച് വെച്ചാൽ പോലും ആ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാറണ്ടി ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുമ്പോൾ കംപ്ലയിൻറ്റ് വരുമെന്നുള്ള കേസിൽ ഒരു സംശയമില്ല, 100% കംപ്ലയിൻറ്റ് വരും. അത് എന്നത്തേക്ക് നമുക്ക് കംപ്ലയിൻറ്റ് ആയിട്ട് കിട്ടും എന്നുള്ള കേസിൽ മാത്രമേ സംശയമുള്ളൂ. ഓട്ടം കുറവുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വരും. ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ വരും, പക്ഷേ കുറച്ച് സമയം കിട്ടും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ കാർബറേറ്റർ ട്യൂൺ ചെയ്ത് റീസെറ്റാക്കി. ട്യൂൺ ചെയ്യണ സമയത്ത് തന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പ്ലഗ് പോയി. ഇത് പുതിയ പ്ലഗ്ഗാണ്, വലിയ പഴക്കമുണ്ടായില്ല, പക്ഷേ ആ പ്ലഗ് ഷോർട്ടായി പോയി. ഇപ്പോൾ അതിന് ശേഷം പുതിയ പ്ലഗ് ഇട്ടാണ്. പുതിയ പ്ലഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടിങ് ഡേയ്സൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ കാർബറേറ്ററും ഈ പെട്രോളിൻ്റെ ഈ പ്രശ്നം കൊണ്ട് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമുക്ക് അടിക്കടി ഉണ്ടാവും. ഇതിപ്പോൾ വലിയ പഴക്കമില്ലാത്ത കാർബറേറ്ററാണ്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ നടപടിയാവില്ല. കാരണം അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ അടിയിലെ പൈപ്പ് വഴി പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ്, ഇതിൻ്റെ പാർട്സും മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് അറിഞ്ഞിരിക്കുക. മെക്കാനിക്കലുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെച്ചതാണെന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തീർന്നു. അതായത് കാർബറേറ്റർ ഇപ്പോൾ നമ്മൾ പുതിയത് മേടിച്ച് വെച്ചു എന്ന് കരുതാം, അപ്പോൾ ഓവർഫ്ലോ ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു. പിന്നെ പോയിച്ചും വന്നു കഴിഞ്ഞാൽ മാറ്റി കിട്ടില്ല. അതാണ് അവസ്ഥ. ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചായാലും ഇപ്പോൾ ഒരു ദിവസത്തിൽ 10 വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ 8 വണ്ടി ഈ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമുക്ക് അടിക്കടി ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ട്യൂൺ ചെയ്ത് റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് അതും കൂടി ശാശ്വത പരിഹാരമൊന്നും ആവില്ല. മൈലേജ് ഷോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി പറ്റുമെന്നുണ്ടെങ്കിൽ മാറ്റിക്കളയാം. അതാണ് മാറുകയുള്ളൂ. ഏകദേശം ഒരു പുതിയ കാർബറേറ്റർ മേടിച്ച് വെച്ചാൽ ഒരു 6 മാസം പോലും ആവണേക്കാളും മുമ്പ് വേറെ പുതിയ കാർബറേറ്റർ വെക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കസ്റ്റമറെ സംബന്ധിച്ച് കുത്തുപാട് എടുക്കും എന്നുള്ളത് വേറെ കേസ്. നമ്മളെ സംബന്ധിച്ച് കസ്റ്റമറുടെ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പണിതിട്ട് വർക്ക് ശരിയാവണില്ല എന്നുള്ളൊരു തോന്നലാണ് വരാം. ശരിക്കും അതല്ല സത്യത്തിൽ. ഈ പെട്രോളിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കംപ്ലയിൻറ്റുകൾ വരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ല. ഓക്കെ.